ഗൈസ്, ഇന്ന് നമുക്ക് തോട്ടത്തിൽ എന്തൊക്കെ ചെയ്യണം നോക്കിയാലോ. ഞാൻ കുറച്ച് തേക്കിൻ്റെ വിത്തുകൾ പാകിയിട്ടുണ്ടേ. അത് ഇത്രയും നാളൊരു ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത്. ഇന്ന് നമുക്ക് പുറത്തേക്ക് മാറ്റാം കേട്ടോ. തേക്കും തൈയാന്ന് തോന്നിപ്പോവും, ദിവന്മാരെയൊക്കെ നമുക്ക് പറിച്ച് കളയാം. വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടേ ഇതൊക്കെ വാടി. നമുക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാവേ. ഞാൻ ഇതുപോലെ കേട്ടോ വെള്ളം കൊടുക്കുന്നത്. ഈ സ്പ്രെയർ ഉപയോഗിച്ച് കുറച്ച് വെള്ളം രാവിലെയും വൈകിട്ടും കൊടുക്കും. രാവിലെയും വൈകിട്ടും ഒന്നിറങ്ങി ഇവരെ നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തോട്ട് പോകാമേ. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വിരിഞ്ഞ് അത് വാടിയിട്ടുണ്ട്. രാത്രിയിലാണല്ലോ ഇവർ വിരിയുക. അപ്പോൾ ഉടനെ നമുക്ക് കായ്കളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇഞ്ചിയൊക്കെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. കണ്ടോ, ഒരുത്തന്തേ റംബൂട്ടാൻ്റെ മണ്ടയിലോട്ട് കയറി പോകുന്നുണ്ടേ. പോട്ടെ നമ്മൾ കൂടിയിട്ട ചൊരക്കതേ കണ്ട, അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വലുതാവും കേട്ടോ. ഇന്ന് ഒരാളും കൂടെ കൂടിയിടാനുണ്ട്. നമുക്ക് കൂടിയിടാവേ. ഇങ്ങനെയുള്ള പ്രാണികളെ കാണിയല്ലേ, ഞാൻ അതിനെ കൈകൊണ്ട് അപ്പം തന്നെ അങ്ങ് കൊല്ലൂ കേട്ടോ. അയ്യോ, ഇത് കണ്ടോ, നമ്മുടെ പൂവൊക്കെ അത്യാവശ്യം വലുതായതുകൊണ്ടേ അതിൻ്റെ പൂവിൻ്റെ വെയിറ്റാണ്. തണ്ടൊടിഞ്ഞു കിടക്കുക. അങ്ങനെ കാറ്റുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഇതിൻ്റെയും തണ്ടൊടിഞ്ഞു നിലത്തായിപ്പോയി. കുഴപ്പമില്ല, നിലത്ത് കിടന്നുണ്ടാവും. ഈ ബന്തി ഒടിഞ്ഞു പോയിട്ട് കമ്പ് നാട്ടി നിർത്തിയേക്കുന്നതാണ് കേട്ടോ. ഇനി അതേപോലെ എല്ലാവരെയും ചെയ്യണം എന്നാണ് തോന്നുന്നത്. രാവിലെ തന്നെ ഇറങ്ങുന്നതേ എന്തെങ്കിലും പ്രാണികൾ ആക്രമിക്കുന്നുണ്ടോയെന്നറിയാം. ഇത് കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു വിഷമമാണ്. പിന്നെ നമുക്ക് നശിപ്പിച്ച് കളയണം. കണ്ടോ, അത് തുരന്ന് തിന്ന് അതിനെ മൊത്തം കോളാക്കി. ഓരോന്നൊക്കെ പുഴു തിന്നും പ്രാണി വന്നും പോകുമ്പോൾ നമുക്ക് കിട്ടിയില്ലെന്നോർത്ത് വിഷമം വരുവേ. അപ്പം ഞാൻ പ്രത്യേകിച്ച് രാസകീടനാശിനിയൊന്നും ഉപയോഗിക്കാറില്ല. വെളുത്തുള്ളി, വേപ്പെണ്ണ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെ കേടായി പോകുന്ന പയറ്, കോവൽ, വഴുതനയൊക്കെ ആടുകൾക്ക് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അവർക്കെങ്കിലും ഉപകാരപ്പെടും. ഇവിടെ ഇരട്ടപ്പൂവ് അത് ഇത്രയും ആയിട്ടുണ്ട്. അതിൻ്റെ ചുവടും ഇതിങ്ങനെ തന്നെ. നന്നായിട്ട് വിരിയട്ടെ അല്ലേ. ഇതേ നമുക്ക് വേറൊരു ഇരട്ടക്കാരനും കൂടെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, 2 പൂവ് ഒന്നിച്ച്. ശരിക്കും ഇരട്ട തന്നെയാണോ? ഒരു സംശയം. പൂക്കൾക്കൊക്കെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇരട്ടപ്പൂക്കൾ ഉണ്ടാവുന്നല്ലേ. പൂക്കളിലെങ്കിലും നല്ല നല്ല കൂടപ്പിറപ്പുകൾ ഉണ്ടാകട്ടല്ലേ. ഇതാ നിങ്ങൾക്കായി ഒരു പ്രത്യേക സമ്മാനം. കഴിച്ചോട്ടോ പാൽക്കപ്പ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ.